ഫിഫ വേൾഡ് കപ്പിലെ ആദ്യ സെമി ഫൈനൽ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫൈനൽസിന് മുന്നേയുള്ള ഫൈനൽസ് എന്നാണ് ഈ മാച്ചിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അതെ, യൂറോപ്പിലെ വമ്പൻ ശക്തികളായ ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ ശക്തമായ ടീമുകളിൽ ആർക്കാണ് ഫൈനലിൽ എത്താൻ കൂടുതൽ മുൻതൂക്കമുള്ളത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ച് നോക്കാം. ഫ്രാൻസ് ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ടീം. കാരണം അതിശക്തമായ പ്ലേയിങ് 11-ഉം അതിലേറെ ശക്തമായ ബെഞ്ച് സ്ട്രെങ്ത്തുമുള്ള സ്ക്വാഡാണ് ഫ്രാൻസ്. ഇതാണ് അവരെ മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ മുന്നേറ്റ നില തന്നെയാണ്. സാക്ഷാൽ കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, ഉസ്മാൻ ഡെംബലെ, ഡിസൈർ ഡൗവെ, ബാർക്കോള, ചെർക്കി തുടങ്ങിയ അതിശക്തമായ നിര തന്നെയാണ് അവർക്കുള്ളത്. അറ്റാക്കിനോളം തന്നെ അവരുടെ മിഡ്ഫീൽഡും പ്രതിരോധ നിരയും അതിശക്തം തന്നെയാണ്. ഫ്രാൻസ് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ചൊമേനി പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ല. അദ്ദേഹം സബിലുണ്ടെങ്കിലും പ്ലേയിങ് 11-ൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവരുടെ നായകൻ കിലിയൻ എംബാപ്പെ 100% ഫിറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്തായാലും ഉണ്ടാവും. അത് സ്പെയിനിന് നൽകുന്ന ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഇനി നമ്മൾ സ്പെയിനിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ പ്രധാന ശക്തി അവരുടെ മിഡ്ഫീൽഡ് തന്നെയാണ്. അവരുടെ മിഡ്ഫീൽഡ് കളി നന്നായി മെനയും. അത് ഫ്രാൻസിന് ഒരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ ഫ്രാൻസിനെ കാത്തിരിക്കുന്നത് ഒരു വൻ മതിലാണ്. ഉനൈ സൈമൺ ഈ ടൂർണമെന്റിൽ എന്ത് ജാതി പെർഫോമൻസ് ആണ് അദ്ദേഹം പുൾ ഓഫ് ചെയ്യുന്നത്. അദ്ദേഹം ഫ്രാൻസിന് സൃഷ്ടിക്കാൻ പോകുന്ന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ ഒന്നും ആവില്ല. ഫ്രാൻസിന്റെ അറ്റാക്കേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ വിയർക്കാൻ നല്ല സാധ്യതയുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തു പറയേണ്ടത് ലെമീൻ യമാലിനെയാണ്. അദ്ദേഹത്തിന് ഷോ ഓഫ് കുറച്ച് കൂടുതലാണെങ്കിലും അദ്ദേഹത്തിന്റെ കാലിലെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ പ്ലെയറാണ്. അദ്ദേഹം എന്നും ഫ്രാൻസിന് ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന മാച്ചിലും അദ്ദേഹം ഫ്രാൻസിന് തലവേദന സൃഷ്ടിക്കുന്നുള്ളത് 100% ഷുവറായ കാര്യമാണ്. ഈ രണ്ട് ടീമിന്റെയും പ്ലേയിങ് സ്റ്റൈൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഭാഗത്ത് സ്പെയിൻ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുമ്പോൾ മറുഭാഗത്ത് ഫ്രാൻസ് ആവട്ടെ അതിവേഗ കൗണ്ടറുകളെ ആശ്രയിക്കുന്ന ടീമാണ്. ഈ ടൂർണമെന്റിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന കിലിയൻ എംബാപ്പെ സ്പെയിനിന് സൃഷ്ടിക്കാൻ പോകുന്നത് ചില്ലറ തലവേനൊന്നും ആവില്ല. അതോടൊപ്പം തന്നെ മൈക്കൽ ഒലീസെ അദ്ദേഹവും സ്പെയിനിന് വിറപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്ലേയിങ് 11-ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് ടീമിലും വലിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഇല്ല. എൻ്റെ പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-1 എന്ന സ്കോറിൽ ഫ്രാൻസ് വിജയിക്കും എന്നാണ്. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? ആരായിരിക്കും ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പോകുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് യുവർ വിക്കി ബ്രോ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.